എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നല്ല രീതിക്ക് ഒരു അംബ്രല കട്ട് ചുരിദാർ തയ്ക്കുക എന്നുള്ളതാണ്. അത് ഫുൾ കൈയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ലൈനിങ് ഇട്ട് ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചുരിദാർ തയ്ക്കാൻ എടുക്കുന്ന സാരി ഇതാണ് കേട്ടോ. ഇത് ലൈനിങ് ആണ് കേട്ടോ. ലൈനിങ് 3 മീറ്ററാണ് എടുത്തേക്കുന്നത്. ഇത് കോട്ടൻ്റെ ലൈനിങ് ആണ്. സാധാരണ നമുക്ക് ഈ ഷിഫോൺ ടൈപ്പ് തന്നെ നമുക്ക് ലൈനിങ് എടുക്കാം കേട്ടോ. അതാകുമ്പോൾ നല്ല വീതിയുള്ളതാണ്. പക്ഷേ ഈ ചൂടുള്ള സമയത്ത് വീതി ഇച്ചിരി കുറഞ്ഞാലും നമുക്ക് കോട്ടൻ്റെ തന്നെ ലൈനിങ് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ല ചുരിദാറിന് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ അതിൻ്റെ മുന്താണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആ ഫ്രണ്ടിൽ ബോഡി പീസിന് വേണ്ടി, ബാക്കിലെ ഫ്രണ്ടിലും ബോഡി പീസിന് വേണ്ടി എടുക്കാനാണ്. അപ്പോൾ ബോഡി പീസിന് വേണ്ടിയിട്ട് നമ്മൾ ആ മുന്താണി ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫുൾ കൈ ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഫുൾ കൈ ആകുമ്പോൾ അതിന് ഒട്ടും കട്ടിങ് ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിക്ക് കട്ട് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ ഇതിൽ നിന്ന് കൈക്കുള്ള തുണിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ കൈക്ക് ആവശ്യമായിട്ടുള്ള തുണി അത് 2ആയിട്ട് മടക്കിയിട്ടേക്കാണ് കേട്ടോ. അതിനുശേഷം അത് ഞാൻ 4ആയിട്ട് കറക്റ്റായിട്ടൊന്ന് മടക്കിയിടുന്നുണ്ട്. ഇനി നമ്മുടെ കൈക്ക് എത്രത്തോളം ഇറക്കം വേണോ അതനുസരിച്ച് ഇറക്കം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 22 ഇഞ്ച് ഇറക്കമാണ് എടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ആ ഒരു ഇറക്കം ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഈ കൈയുടെ താഴ്വശം വരുന്നിടത്ത് ആ ബോർഡർ കറക്റ്റായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തൊട്ടും തന്നെ മാറ്റുന്നില്ല. പിന്നെ കൈക്കുഴി വരുന്നിടത്ത് ആ വണ്ണം ഒന്ന് നമ്മൾ 8 ഇഞ്ച് അടയാളം ചെയ്തിട്ടുണ്ട്. പിന്നെ കൈയുടെ താഴ്വശം നമ്മൾ മടക്കി തയ്ക്കുന്നിടത്ത് നമ്മൾ 6 ഇഞ്ചാണ് അവിടെ എടുത്തേക്കുന്നത്. 5 ഇഞ്ച് മതി, 1 ഇഞ്ച് കൂടെ കൂട്ടി എടുത്തിരിക്കുകയാണ്. 12 ഇഞ്ചാണ് കേട്ടോ. 2ആയിട്ട് മടക്കി ഇട്ടപ്പോഴാണ് 6 ഇഞ്ചെന്ന് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ആ 8 ഇഞ്ച് കൈക്കുഴിയുടെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് അടയാളം ചെയ്തെടുത്തുനിന്ന് നേരെ താഴോട്ട് നമ്മൾ 6 ഇഞ്ച് വരച്ചെടുത്തേക്ക് ടേപ്പ് ചരിച്ച് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് നേരെ ഒന്ന് വരച്ച് കൊടുക്കുക. വരച്ച് കൊടുത്തതിന് ശേഷം വേറെ ഒന്നുമില്ല, ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണിച്ച് തന്നാ കേട്ടോ. ഞാൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരയ്ക്കുന്ന കളർ കറക്റ്റായിട്ട് കാണാം, അടയാളം ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ചോക്ക് പിങ്ക് കളറാണ് കേട്ടോ. അത് എനിക്ക് കളറായിട്ട് തോന്നി, പക്ഷേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ വരച്ചതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ കൈക്കുള്ള തുണി നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ കൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്ക്കുന്നത് ഹാഫ് കൈ ആണ്, അല്ലെങ്കിൽ 3/4 ആണെങ്കിൽ, ഫുൾ കൈ ആണെങ്കിൽ ഓരോരുത്തർ കൈയുടെ ഇറക്കം അനുസരിച്ചും വണ്ണവും അനുസരിച്ചും വേണം ഇത് കറക്റ്റായിട്ട് അടയാളം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട തുണി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി പീസിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസുമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മുന്താണി ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. അപ്പോൾ അത് 2ആയിട്ടിട്ട് അതിന് ശേഷം 4ആയിട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് എത്രത്തോളം വണ്ണം വേണോ അതിനനുസരിച്ച് നോക്കിയതിന് ശേഷം അത്രയും തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡി പീസിൻ്റെ വണ്ണം നമുക്ക് നോക്കി അടയാളം ചെയ്യണം, ഇറക്കവും നോക്കണം. അപ്പോൾ മേളിൽ വരുന്ന ആ ബോഡി പീസിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ 14 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ ആ 14 ഇഞ്ച് എടുക്കുക. അപ്പോൾ ടോട്ടൽ ഈ ചുരിദാറിൻ്റെ ഇറക്കം വരുന്നത് 41 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേളിലത്തെ ഈ ഒരു ബോഡി പീസിൽ നമ്മൾ 14 ഇഞ്ച് ഇറക്കം എടുക്കണം. അപ്പോൾ 2 സൈഡിലും 14 ഇഞ്ച് കറക്റ്റായിട്ട് ഇറക്കം അടയാളം ചെയ്തതിന് ശേഷം ആ ഒരു പീസ് കട്ട് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അടുത്ത് നമ്മൾ ഇതിൽ ഈ ഒരു തുണിയിൽ കഴുത്തിൻ്റെ അടയാളം ഒന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ കട്ട് ചെയ്തെടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതിൽ കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ചാണ് അടയാളം ചെയ്യുന്നത്. അവിടെ നിന്ന് കുറച്ചുകൂടെ മാറ്റിയിട്ട് നമ്മൾ ഷോൾഡർ ഒരു 3.5 ഇഞ്ചും കൂടെ എടുക്കുകയാണ് കേട്ടോ. ഓരോരുത്തർ ഷോൾഡറിൻ്റെയും കഴുത്തിൻ്റെ അകലമൊക്കെ അനുസരിച്ച് വേണം അടയാളം ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ 3.5 ഷോൾഡറും എടുത്ത് 2.5 കഴുത്തിൻ്റെ അകലവും വരച്ച് കൊടുത്തു. അതിനുശേഷം നേരെ കൈക്കുഴിയാണ് താഴോട്ട് വരയ്ക്കുന്നത് കേട്ടോ. അത് നമ്മളിവിടെ എടുത്തേക്കുന്ന 6 ഇഞ്ചാണ് അടയാളം ചെയ്തേക്കുന്നത് കേട്ടോ. അത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരച്ചിട്ട് അത് സ്ക്വയറായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ അപ്പോൾ ഇതിനകത്ത് ബോഡി വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 ഇഞ്ചാണ്. അപ്പം ഞാൻ 4 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കുകയാണ് കേട്ടോ. 38 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ 4 കാണുമ്പോൾ നമ്മൾ 9.5 ഇഞ്ചാണ് കറക്റ്റായിട്ട് അടയാളം ചെയ്ത്. അപ്പോൾ കൈക്കുഴിയുടെ അങ്ങോട്ട് 9.5 ഇഞ്ച് അടയാളം ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നമ്മുടെ ഇടുപ്പ് വണ്ണം വരുന്നതെന്ന് പറഞ്ഞാൽ 32 ഇഞ്ച് വരുന്നുണ്ട്. അപ്പം തുണി 4ആയിട്ട് ഇട്ടേക്കാണല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് 8 ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്തിട്ട് ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് ചരിച്ച 8 ഇഞ്ചിൻ്റെ അങ്ങോട്ട് ചരിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം ആ കൈക്കുഴി സ്ക്വയറായിട്ട് നമ്മളൊന്ന് വരച്ചിട്ടില്ല അതിൻ്റെ അകത്ത് നിർത്തി ഒന്ന് യു പോലെ ഒന്ന് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ബോഡി പീസിൽ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ സ്റ്റിഫിൽ വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ്ങിൽ വെച്ച് കഴുത്ത് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അടയാളം ചെയ്ത സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ അകലം കഴിഞ്ഞ് ഷോളറിൻ്റെ അകലം കഴിഞ്ഞ് കൈക്കുഴി വരയ്ക്കുക, അങ്ങനെ അടയാളം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൈക്കുഴി മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലെയും ബാക്കിലത്തെയും ബോഡി പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും 2 ഒരുമിച്ചിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്ത്.
അപ്പോൾ നമ്മുടെ ബോഡി പീസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് താഴോട്ട് അംബ്രല്ല പോലെ കിടക്കുന്നില്ല, അപ്പോൾ ബോഡി പീസിൻ്റെ താഴോട്ടുള്ള തുണിയാണ് അടുത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാ ഒരു അംബ്രല്ല കട്ടല്ല ചെയ്യുന്നത് കേട്ടോ, കോണോടിട്ടല്ല ഈ ചുരിദാറിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഈ ഉള്ള സാരി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ നാലായിട്ട് മടക്കി ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. ഇത് സ്ക്വയർ പോലെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെട്ടുമ്പോഴാണ് ചുരിദാറിന് നല്ല വിരിവ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ സാധാരണ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇങ്ങനെ കോണോടിട്ടിട്ടാണ് നമ്മൾ സാധാരണ സ്കേർട്ടൊക്കെ നമ്മൾ വെട്ടിയെടുക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ ഈ ചുരിദാറിന് ഈ ഒരു കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ബോഡി പീസ് ഉണ്ടല്ലോ, നമ്മൾ മേളിലത്തെ ആ ബോഡി പീസിൻ്റെ അളവിൽ വേണം നമ്മുടെ ഈ താഴോട്ടുള്ള അംബ്രല്ല പോലെ വരുന്ന ആ ഒരു തുണിയിൽ മേളിൽ ആ വണ്ണം കിട്ടാൻ. അത് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ സ്ക്വയറായിട്ടാണല്ലോ തുണി ഇട്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു മൂലയെ കൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു ബോഡി പീസ് വെച്ച് കറക്റ്റ് മേളിലൊന്ന് അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേളിൽ നിന്ന് താഴോട്ടുള്ള ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 41 ഇഞ്ചാണ് ഈ ഒരു മൊത്തത്തിൽ ഈ ടോപ്പിൻ്റെ ഇറക്കം. അതിനകത്ത് നമ്മൾ 14 ഇഞ്ച് മേളിൽ ബോഡി പീസിന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് 27 ഇഞ്ച് താഴോട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ മേളിൽ ആ വണ്ണം കറക്റ്റായിട്ട് ആ ബോഡി പീസ് വെച്ച് അടയാളം ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് താഴോട്ട് നമ്മൾ 27 ഇഞ്ച് വണ്ണം എല്ലാ സൈഡിലും ഒരേപോലെ ചോക്ക് കൊണ്ട് അടയാളം ചെയ്തിട്ട് റൗണ്ടിൽ വരച്ച് കൊടുക്കണം കേട്ടോ. വരച്ച് കൊടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം നമ്മൾ സാധാരണ ഈ അംബ്രല്ല സ്കേർട്ടൊക്കെ വെട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ രണ്ടായിട്ടിട്ടതിന് ശേഷം അത് കോണോട് മടുക്കുകയല്ലേ, അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇത് ഈ രീതിയിൽ നമ്മൾ സ്ക്വയറായിട്ടിട്ടിട്ട് ആ ഒരു സാരിയുടെ ഒരു സൈഡിൽ നിന്ന്, ഒരു മൂലയുടെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ ആ ബോഡി പീസ് കറക്റ്റായിട്ട് വെച്ച് അവിടെ അടയാളം ചെയ്തതിന് ശേഷം താഴോട്ട് ഈ കറക്റ്റായിട്ട് ഇത് കണ്ട അംബ്രല്ല പോലെ നമ്മൾ കറക്റ്റായിട്ട് ആ ഇറക്കം അടയാളം ചെയ്ത് കഴിയുമ്പോൾ റൗണ്ടിൽ കിട്ടും. കണ്ട ഇത് കട്ട് ചെയ്ത് കണ്ട ഒരു കട്ടിങ് പോലെ ഇടയ്ക്ക് വരുന്നില്ല. ഇതിൽ നമുക്ക് കിട്ടുന്ന 2 പീസായിട്ടാണ് കിട്ടുന്നത്. നല്ല വിരിഞ്ഞ് നല്ല രീതിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചുരിദാറിന് വേണ്ടി കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ അല്ലാതെ സ്കേർട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ അംബ്രല്ല സ്കേർട്ടൊക്കെ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തും കാണിച്ചിട്ടുണ്ട്. അത് ഈ ഒരു രീതിക്കല്ല ഞാൻ ചെയ്തത് കേട്ടോ. അപ്പം ചുരിദാറിൻ്റെ നമ്മുടെ ബോഡി പീസിൻ്റെ താഴോട്ടുള്ള ഇറക്കം നമ്മൾ അംബ്രല്ല പോലെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ലൈനിങ് എടുക്കണം. അപ്പോൾ ലൈനിങ് എടുത്ത് ഞാൻ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മുടെ ബോഡി പീസ് ഉണ്ടല്ലോ ഫ്രണ്ടിലെയും ബാക്കിലും, അപ്പോൾ അതിന് ലൈനിങ് വേണമല്ലോ. അപ്പോൾ അതിനുള്ള അളവിൽ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ആദ്യം എടുത്തിട്ട് അതിന് ശേഷം അത് 4ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ബോഡി പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ കൈക്കുഴി കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ. ഇതിലും കഴുത്ത് വെട്ടുന്നില്ല, നമ്മുടെ ലൈനിങ്ങിലും കഴുത്ത് വെട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റിഫ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ലൈനിങ്ങിലും കഴുത്ത് വെട്ടരുത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൈക്ക് ലൈനിങ് വേണ്ട, കൈക്ക് ലൈനിങ് കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ആ ഉള്ള തുണി ഇത് 4ആയിട്ട് സ്ക്വയറായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് സ്ക്വയറായിട്ട് ഇട്ടിട്ട് നമ്മുടെ മേളിലത്തെ ആ ഒരു ബോഡി പീസ് അടയാളം ചെയ്തിട്ടാണ് നമ്മൾ ആ അംബ്രല്ല പോലെ വെട്ടിയെടുത്തത്. അപ്പോൾ ഇതിൽ അംബ്രല്ല പോലെ ഈ ഒരു നമ്മുടെ ലൈനിങ്ങിൽ വട്ടം കിട്ടും, പക്ഷേ നല്ല വിരിവ് കിട്ടത്തില്ല. കാരണം വീതി കുറഞ്ഞ ലൈനിങ്ങാണ്. ഇതിന് നമുക്ക് ശരിക്കും ഷിഫോൺ ടൈപ്പിൽ വേണമായിരുന്നു ലൈനിങ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചൂടുള്ള സമയത്ത് കോട്ടൻ്റെ ലൈനിങ് ആണ് ഏറ്റവും നല്ലത്. കുഴപ്പമില്ല, നമുക്ക് ആ താഴെ അംബ്രല്ല വരുന്നിടത്ത് കുറച്ച് ഇറക്കം ഒരു സൈഡിൽ ഇറക്കക്കുറവ് വരും. അപ്പോൾ ഈ കറക്റ്റായിട്ടുള്ള ഇറക്കം നമ്മൾ ഒരു സൈഡിൽ അടയാളം ചെയ്തതിന് ശേഷം ആ ബാക്കിക്കുള്ള ഇറക്കം നമ്മൾ എക്സ്ട്രാ കിടക്കുന്ന തുണി കണ്ട ഞാനിപ്പോൾ റൗണ്ടിൽ അടയാളം ചെയ്തതിന് എക്സ്ട്രാ കുറച്ച് തുണിയുണ്ട്, ആ തുണി അങ്ങ് കട്ട് ചെയ്തിട്ട് ആ ഇറക്കം കുറവുള്ളിടത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ കണ്ട ഒരു സൈഡിൽ റൗണ്ടിൽ വെച്ച് കൊടുത്ത് ഇപ്പോൾ കണ്ട ആ ഒരു നമുക്ക് താഴോട്ടുള്ള ഇറക്കം കണ്ട ഒരു സൈഡിലായിരുന്നു ആ കുറവ് വന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ഇത് റൗണ്ടിലൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ ആ കറക്റ്റായിട്ടുള്ള ഇറക്കം വന്നു എന്ന് നോക്കണം. നോക്കിയിട്ട് അവിടെ ഒന്ന് റൗണ്ടിലൊന്ന് വരച്ച് കൊടുക്കുക. റൗണ്ടിൽ വരച്ച് കൊടുത്തിട്ട് അത് റൗണ്ടിലങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു ലൈനിങ്ങിന് നല്ല വട്ടമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈനിങ് ഇത്രയും വട്ടം കിട്ടണമെന്നില്ല. കാരണം ലൈനിങ് കുറഞ്ഞ് നിന്നാലും കുഴപ്പമില്ല. ഇപ്പം 3 മീറ്റർ തുണി ലൈനിങ് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ ചുരിദാറിൻ്റെ താഴോട്ടുള്ള എത്രത്തോളം വിരിവിലാണോ നമ്മൾ അംബ്രല്ല വെട്ടിയെടുത്ത് ആ ഒരു വിരിവിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കറക്റ്റായിട്ട് വെച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ പാറ്റേൺ തന്നെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ലൈനിങ് വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വീതി കുറഞ്ഞ ഒരു ലൈനിങ് ആയിപ്പോയതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ അടയാളം ചെയ്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ലൈനിങ്ങും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ
ബോഡി പീസിൽ ലൈനിങ്ങിൽ ഞാൻ കറക്റ്റായിട്ട് കഴുത്തിൻ്റെ അടയാളം എടുത്തിട്ട് സ്റ്റിഫിൽ വെട്ടിയെടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് കഴുത്തെന്ന് പറഞ്ഞാൽ വി ആണ് കേട്ടോ. അത് 7 ഇഞ്ച് താഴ്ചയിലാണ് കഴുത്തിൻ്റെ അടയാളം എടുത്തിരിക്കുന്നത്. അകലം നമ്മൾ 2.5 ഇഞ്ചാണല്ലോ. ബാക്കിലത്തെ കഴുത്ത് യു ആണ് കേട്ടോ. അത് 4 ഇഞ്ച് ഇറക്കമാണ് കൊടുത്തിരിക്കുന്നത്. അകലം 2.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റിഫ് വെച്ച് ഒട്ടിക്കുന്നതൊക്കെ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതൊരു ലോങ് വീഡിയോ ആണ്. കാരണം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കും. മാക്സിമം നമ്മൾ എത്ര കട്ട് ചെയ്ത് കുറച്ചാലും വീഡിയോ എങ്ങനെ പോയാലും 20 മിനിറ്റിന് മുകളിലാകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ലൈനിങ്ങും നമ്മുടെ ചുരിദാറിൻ്റെ ബോഡി പീസും വെച്ച് ഫ്രണ്ടിലത്തെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ചുരിദാറൊക്കെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ സ്ഥിരം കൂട്ടുകാരാണ് കാണുമ്പോൾ അറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചുരിദാർ പീസ് എടുത്ത് വെക്കുക, അതിൻ്റെ മുകളിൽ ലൈനിങ് എടുത്ത് വെക്കുക, എന്നിട്ട് ആ വി പോലെ തന്നെ കറക്റ്റായിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാ ഫ്രണ്ടിൽ വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റുക, ഒന്ന് പോന്തി കൊടുക്കുക, തിരിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം. ഇങ്ങനെയാണ് ഫ്രണ്ടിലത്തെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ വി പോലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ കറക്റ്റായിട്ട് ഇതാ തിരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു വി കഴുത്താണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ വി കഴുത്തിൻ്റെ മേളിൽ കൂടെ ഞാനൊരു ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഗോൾഡൻ വന്നിട്ട് അതിൽ ഈ പറയുന്ന ഹൈ ബ്ലൂ കളർ തന്നെയാണ് വരുന്നത്. അതിൻ്റെ മേളിൽ കൂടെ ഈ ഒന്ന് പതിച്ച് തയ്ച്ചതിന് ശേഷം വി പോലെ തന്നെ ആ ഒരു ലേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലേസ് കേട്ടോ. അത് വി പോലെ തന്നെ ഒന്ന് അത് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് താഴെ വശം കേട്ടോ. അതിനുശേഷം കറക്റ്റ് സെൻറ്ററിൽ വയ്ക്കുക. സെൻറ്ററിൽ വെച്ചിട്ട് ആദ്യം ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അടുത്ത സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം വേണം ഫുള്ളായിട്ട് അതിൻ്റെ താഴെ കൂടെ ആ സൈഡ് വഴി മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ചുരിദാറിൻ്റെ ഫ്രണ്ടിലത്തെ വി കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾ ബാക്കിലത്തെ കഴുത്താണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബാക്കിലത്തെ യു കഴുത്താണ് ഫസ്റ്റ് നമ്മൾ ബോഡി പീസ് ബാക്കിലത്തെ എടുത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിൽ ലൈനിങ് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബാക്കിലത്തെ ചെയ്യേണ്ടത്. ബാക്കിലത്തെ കഴുത്ത് യു ആണെന്നേ ഉള്ളൂ, ഫ്രണ്ടിലത്തെ കഴുത്ത് വി ആണെന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ യു ആയിട്ട് കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പോന്തി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് തിരിച്ചെടുക്കുക. അങ്ങനെ ഇവിടെ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം മേളിൽ കൂടെ ഒന്ന് പതിച്ച് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക. അതിന് ശേഷം ഇച്ചിരി വീതിയിലൊന്ന് റൗണ്ടിലൊന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം കേട്ടോ.
അപ്പോൾ ഇത് ചുരിദാറിൻ്റെ ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ലൈനിങ് ഞാൻ അതിൻ്റെ എക്സ്ട്രാ നമുക്കൊരു പീസ് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണമായിരുന്നല്ലോ, അത് ഞാൻ സ്റ്റിച്ച് ചെയ്തു. അത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ആ ഒരു ലൈനിങ്ങിൻ്റെ തുമ്പ് മടക്കി തയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ സെയിം തന്നെ ലൈനിങ് ഒരു പീസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പീസ് വെച്ചാണ്. അപ്പോൾ ഞാൻ ഒരു പീസ് കറക്റ്റായിട്ട് ലൈനിങ് ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ അംബ്രല്ല വെട്ടിയ ആ ഒരു തുണിയും കൂടെ ഒരു സൈഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മേൽവശം വരുന്നില്ലേ, നമ്മുടെ ആ ടോപ്പിൻ്റെ ഒരു ബോഡി പീസ് വരുന്ന ആ ഇടുപ്പ് വണ്ണത്തിൻ്റെ അവിടെ വരുമല്ലോ, അവിടുത്തെ ആ ഒരു വണ്ണത്തിൻ്റെ അവിടുത്തെ നമ്മൾ ലൈനിങ്ങും നമ്മുടെ ചുരിദാറിൻ്റെ ആ ഒരു പീസ് കൂടെ കറക്റ്റായിട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. ഇത് ലൈനിങ്ങിൻ്റെ ആ ഒരു തുമ്പ് നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഫുള്ള് നമ്മൾ തയ്ക്കുന്നതൊക്കെ വീഡിയോയിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ അംബ്രല്ല കട്ട് വരുമ്പോഴത്തേനും ഭയങ്കര വിരിവല്ലേ, കുറേ ടൈം വേണം. അപ്പോൾ അതുകൊണ്ടാണത് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കാതിരുന്നത് കേട്ടോ. ഇനി നമുക്ക് ചുരിദാറിൻ്റെ ബോഡി പീസിലേക്ക് നമ്മൾ ആ താഴെ അംബ്രല്ല വെട്ടിയില്ല, ആ ഒരു പീസ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ രണ്ട് സൈഡിൽ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൈയൊക്കെ പിടിപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രോക്കിനൊക്കെ വള്ളി കൊടുക്കത്തില്ല, അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വള്ളി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നത് ഹൈഡ് ചെയ്താണ് ജോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഈ സാരിയുടെയൊക്കെ തുണിയാകുമ്പോൾ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ലോക്ക് മെഷീൻ ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സാരിയുടെ തുണിയുടെ നൂലില്ല, ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തുമ്പ് പുറത്തോട്ട് വരത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഷോൾഡർ തമ്മിൽ ആദ്യം നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല വശം കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചെടുത്തിട്ട് കറക്റ്റായിട്ടുള്ള അളവിൽ നമ്മൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് നമ്മൾ കൈ പിടിപ്പിക്കുന്നത്. അപ്പോൾ കൈയുടെ തുണി കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ നടുക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ എപ്പോഴും ചുരിദാർ തയ്ക്കുന്നതൊക്കെ അറിഞ്ഞൂടെ, ലെഫ്റ്റ് പോകാത്ത അത് കഴിഞ്ഞ് റൈറ്റ് ചെയ്യും. അതിനുശേഷം റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യും.
അപ്പോൾ നമ്മുടെ ചുരിദാറിൽ നമ്മൾ കൈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ടേബിളിൽ കൊണ്ട് കറക്റ്റായിട്ടൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ചുരിദാർ. അപ്പോൾ കറക്റ്റായിട്ടുള്ള വണ്ണം നമുക്കൊന്ന് ഈ സമയത്തൊന്ന് അടയാളം ചെയ്യണം കേട്ടോ. ബോഡി വണ്ണം അടയാളം ചെയ്യുക, ആ താഴെ ഇടുപ്പിൻ്റെ അവിടെ കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യുക, പിന്നെ കൈയുടെ ആ ഒരു തുമ്പിൻ്റെ അവിടെ വരുന്ന കറക്റ്റായിട്ട് അടയാളം ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ വണ്ണമെല്ലാം അടയാളം ചെയ്ത് ഷേപ്പിലൊന്ന് ആ മേളി ബോഡി പീസിൻ്റെ താഴോട്ടൊന്ന് ചരിച്ച് വരച്ച് കൊടുക്കണം. അപ്പോൾ ഇത് മേളി കൈയുടെ അവിടം തൊട്ടാണ് കേട്ടോ ഈ ചുരിദാർ ക്ലോസ് ചെയ്ത് താഴെ വരെ പോവാണ്. അപ്പോൾ ലൈനിങ്ങും കൂട്ടിയാണ് കേട്ടോ താഴെ വരെ ക്ലോസ് ചെയ്ത് പോകുന്നത്. ഈ ലൈനിങ്ങിന് നല്ല വീര്യമുണ്ട്, അതുകൊണ്ട് ലൈനിങ്ങും കൂടെ ചേർത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് പോയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ലൈനിങ് പോലെ തന്നെ നമ്മളിത് ക്ലോസ് ചെയ്തതിന് ശേഷം ആ താഴെ കണ്ട അംബ്രല്ല പോലെ കുറേ തയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ തയ്ക്കുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അത് തയ്ക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അത് നമ്മൾ സൈഡ് തുമ്പ് എത്രത്തോളം മടക്കി തയ്ക്കണം അത് അകത്തോട്ട് ചെറുതായിട്ട് ഒന്ന് മടക്കി തയ്ച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വള്ളി വെച്ച് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേളിൽ നിന്ന് ടോപ്പ് കൈയുടെ അവിടം തൊട്ട് ക്ലോസ് ചെയ്ത് നമ്മുടെ ആ ഇടുപ്പവണ്ണം വരുന്ന അവിടെ ആകുമ്പോഴത്തേനും വള്ളി അകത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങും നമ്മുടെ ഈ ഒരു മേളിലത്തെ ടോപ്പിൻ്റെ ഒരു തുണിയും കൂടെ സെപ്പറേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ലൈനിങ്. അപ്പോൾ ഈ വിരിവുള്ള ലൈനിങ് ആയതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് ലൈനിങ് ആയിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ലൈനിങ്ങിന് വിരിവ് കുറവാണെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ മേളിലത്തെ ബോഡി പീസിലെ വണ്ണം തയ്ച്ച് നമ്മുടെ ഇടുപ്പ് വണ്ണത്തിൻ്റെ അവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അകത്തുനിന്ന് ആ ലൈനിങ് ആദ്യം ഒന്ന് ക്ലോസ് ചെയ്യണം. അതിന് ശേഷം വേണം നമ്മുടെ ചുരിദാറിൻ്റെ തുണി ക്ലോസ് ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചുരിദാറിൻ്റെ ലൈനിങ്ങിന് വിരിവ് കുറവാണെങ്കിൽ. ഇതിപ്പം നല്ല വിരിവുള്ളത് കൊണ്ട് ഞാൻ ആ രണ്ടും ഒരേപോലെ തന്നെ മേളിൽ തൊട്ട് താഴെ വരെ ഒരുപോലെ തന്നെയാണ് വണ്ണം ക്ലോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചുരിദാറിന് ഇനിയിപ്പോൾ ആ തയ്ച്ചത് ഇച്ചിരി ടൈറ്റായി പോയെങ്കിൽ ഇച്ചിരി ലൂസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇച്ചിരി വണ്ണം നമുക്ക് കുറയ്ക്കണമെങ്കിലും എല്ലാം കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഒക്കെ എളുപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കഴുത്തൊക്കെ നല്ല വി പോലെ വന്നിട്ടുണ്ട്. പിന്നെ താഴെ ആ വിരിവ് കണ്ട് എത്രത്തോളം ഭംഗിയായിട്ട് നല്ല രീതിയിൽ വട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു മോള് കൊണ്ടു തന്നതാണ്. അപ്പോൾ ആ മോള് വന്ന് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കുറച്ചൊന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ട കഴുത്തൊക്കെ നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അതുപോലെ ഫുൾ കൈയാണ്. വള്ളിയൊക്കെ വന്നപ്പോഴത്തേനും നല്ല രസമുണ്ട്. ഏറ്റവും മെയിനായിട്ടുള്ളത് അത്രയും വിരിവ് കിട്ടിയേക്കുന്നതാണ് കേട്ടോ. ഇതിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇത് ഇടുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെലിഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ. ആ കുട്ടിയെ കാണുമ്പോഴത്തേനും നമുക്ക് തോന്നി ഈ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കാനുള്ള അതിന് ത്രാണിയുണ്ടോ എന്ന് തോന്നുന്നു. കണ്ട ഈ ഒരാൾക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ ചുരിദാർ തയ്ച്ചിരിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ മുഖം മാത്രം കാണിക്കല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്കത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റത്തില്ലാത്തത്.
അപ്പോൾ ഇതാ അടിപൊളിയായി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് ഇതാ വള്ളിയൊക്കെ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ചുരിദാർ തയ്ക്കാൻ തയ്യൽ പഠിക്കണമെന്നൊന്നുമില്ല, മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി. ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.